മത്സ്യത്തൊഴിലാളികളുടെ ക്ഷേമം വാക്കുകളിൽ മാത്രമല്ല ഉള്ളത്. പ്രിയപ്പെട്ടവരെ, ഞാൻ എനിക്കൊരു സമയമില്ലാത്തതുകൊണ്ട് ഞാൻ ദീർഘമായി പറയുന്നില്ല. ഞാൻ അഭിമാനത്തോടെ പറയുന്നു, കഴിഞ്ഞ ഒരു 5 വർഷം അല്ലെ 10 വർഷം കേരളത്തിന്റെ ചരിത്രത്തിൽ ഇത്രയും വലിയ മാറ്റം തീരദേശം ഉണ്ടായിട്ടില്ല. തീരദേശത്ത് സമരം പോലും ചെയ്യാൻ പറ്റാത്ത അവസ്ഥയാണ്. അത്രമാത്രം ഗവൺമെന്റ് അവരെ ചേർത്ത് പിടിച്ചു. ഇന്ന് വിഴിഞ്ഞത്തെ പള്ളിയിലെ അച്ഛനൊക്കെ എന്നെ കാണാൻ വന്നത് അവരുടെ സ്കൂളിന് +2 കിട്ടി, അധിക ബാച്ച്. അത് ക്ഷണിക്കാൻ വന്നു. ഞാൻ സന്തോഷത്തോടെ പറഞ്ഞു, കാരണം ആ ദിവസം ഞാനില്ല, വിദ്യാഭ്യാസ മന്ത്രിയൊക്കെ വരുന്നുണ്ട്. അത് എന്നോട് പറഞ്ഞു, നിങ്ങളെയൊന്നും ഒരിക്കലും മറക്കാൻ പറ്റില്ല. കാരണം 19 കാര്യങ്ങളാണ് വിഴിഞ്ഞത്ത് പോർട്ട് വരുമ്പോ, തുറമുഖം വന്നപ്പോ അവരുമായിട്ടുണ്ടാക്കിയ എഗ്രിമെന്റ്. ഈ കഴിഞ്ഞ 5 വർഷം പൂർണ്ണമായി ആ പ്രശ്നം മുഴുവൻ ഞങ്ങൾ തീർക്കുന്നു. അതിനൊരു ഡിമാൻഡായിരുന്നു ഈ +2 ക്ലാസ് കോഴ്സ് തുടങ്ങാന്നുള്ളത്. കുട്ടികളുടെ വിദ്യാഭ്യാസം 1 പൈസ മത്സ്യത്തൊഴിലാളികളുടെ മക്കളും ഇത് മുടക്കണ്ട. അവരെവിടെ വരെ പഠിക്കണമെന്ന് സൗജന്യമായി. കേരളത്തിൽ ഈ ലോകത്തെവിടെയുണ്ട്. ഫിഷറീസ് യൂണിവേഴ്സിറ്റി ആണെങ്കിൽ അന്താരാഷ്ട്ര നിലവാരത്തിലേക്ക് മാറി. ഇപ്പോ പല രാജ്യങ്ങളുമായിട്ടുള്ള കൊളാബറേഷൻ നടക്കുകയാണ്. ഇപ്പൊ ഞാൻ ഫ്രാൻസിൽ പോയപ്പോ ഫ്രാൻസിലെ യൂണിവേഴ്സിറ്റിയും നമ്മുടെ യൂണിവേഴ്സിറ്റി തമ്മിൽ ടൈപ്പായി. നാക്കിന്റെ A ഗ്രേഡ് കിട്ടി. 2024 ഞാൻ മന്ത്രിയായ ശേഷം നമ്മുടെ ഗവൺമെന്റ് വന്നതിന് ശേഷമാണ് യൂറോപ്പിൽ കുട്ടികളെ വേണ്ടി പഠിപ്പിക്കാൻ തുടങ്ങി. ഇന്ന് മത്സ്യത്തൊഴിലാളിയുടെ കുട്ടിക്ക് യൂറോപ്പിൽ പഠിക്കണം, അമേരിക്കയിൽ പഠിക്കണം, നമ്മൾ കാശ് കൊടുത്ത് പഠിപ്പിക്കണം. ചെറിയ കാര്യം. നിങ്ങൾ ഈ തീരദേശ സ്കൂളെല്ലാം നോക്കി, ഈ തീരദേശ അമ്പലപ്പുഴ മണ്ഡലത്തെ സ്കൂളിൽ നോക്കും, എല്ലാ നമ്പറുണ്ട്. 57 സ്കൂൾ ഞങ്ങൾ കൊടുത്തു, ഫിഷറീസ് ഡിപ്പാർട്ട്മെന്റ്. ഞങ്ങളുടെ 10 സ്കൂളുണ്ട്, ടെക്നിക്കൽ സ്കൂള്, ഹോസ്റ്റൽ, 1000 കുട്ടികൾ താമസിക്കുന്ന 10 സ്കൂളുണ്ട്. ആ 10 സ്കൂളിൽ 53 കോടി രൂപ മുടക്കി നിർമ്മാണം നടന്നുകൊണ്ടിരിക്കുക. എല്ലാം ഹൈടെക് സ്കൂളുകൾ, നമ്പർ 1 സ്കൂളുകൾ. ഇവിടെ എല്ലാം ചെയ്യാനുണ്ട്. ഇനി ആകെ ചെയ്യാനുള്ള 3 സ്കൂളുകൾ. അത് ആലോചിച്ചു, അതിന് പണം കൊടുക്കും, ഒരു പ്രശ്നമില്ല. അതെന്താ കയ്യബദ്ധം പറ്റിപ്പോയതാ പുള്ളിക്ക്. സ്ഥലമില്ല, അതാ കാശില്ലാത്തതുകൊണ്ടല്ല. എല്ലാ സ്കൂളും, ആരോഗ്യ കേന്ദ്രങ്ങൾ എടുക്കുക, ആലപ്പുഴ മെഡിക്കൽ കോളേജ് പണിത് കെട്ടിടടക്കം, തീരദേശ ആരോഗ്യ മേഖല, തീരദേശ റോഡുകള്. തീരദേശത്ത് വന്നിരിക്കുന്ന ഈ അഭൂതപൂർവ്വ മാറ്റം എന്ന് പറയുന്നത് ഈ ഗവൺമെന്റ് നിശ്ചയദാർഢ്യമാണ്. ഞാൻ ഒരു കാര്യം പറയാം, ഞങ്ങൾ 2 പദ്ധതികൾ ഇപ്പൊ നടക്കണം. ഒന്ന്, യൂറോപ്യൻ യൂണിയനുമായിട്ടുള്ള ചർച്ചകൾ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു കോൺക്ലേവ് ഞങ്ങൾ നടത്തി. കേരളത്തിലെ ഫിഷറീസ് സെക്ടർ 1 ലക്ഷം കോടി രൂപയുടെ പദ്ധതി നടപ്പാക്കാനുള്ള ആലോചനയാണ്. അടുത്തൊരു ഗവൺമെന്റ്, 3ാം ഗവൺമെന്റ് വന്നാൽ ഞാൻ ഉറപ്പിച്ചു പറയുന്നു, ആ പദ്ധതിയും ഒപ്പം നബാർഡിന്റെ 3000 കോടിയുടെ പദ്ധതിയും അടുത്ത വർഷം ഉണ്ടാകും. ദുർഭരണം വരികയൊക്കെ ചെയ്യും, സംശയമൊന്നും വേണ്ട. കാരണം വന്നേ പറ്റൂ, കാരണം ഇതൊക്കെ ചെയ്യണ്ടേ, ചെയ്യാൻ പറ്റിയാലും വേണ്ടേ. യൂറോപ്യൻ യൂണിയൻ എല്ലാവരും പറഞ്ഞു, ഇവിടെ ഞാൻ പിന്നെ ഫ്രാൻസിൽ പോയി ഇവരെ ക്ഷണിക്കാനൊക്കെ പോയി, ഞാൻ ഡയറക്ടർ കൂടെ പോയി ഇവരെയൊക്കെ ക്ഷണിപ്പിക്കും. പിന്നെ സഹിച്ചറിയാൻ പോയ യൂറോപ്യൻ ആള് വരാൻ പോവാ, ഇയാൾക്ക് ഭ്രാന്താന്നൊക്കെ പറയാം. 19 രാജ്യങ്ങളിൽ നിന്നാണ് അംബാസഡർമാരും ഭരണാധികാരികളും വന്നത്. ആർക്ക് വേണ്ടി? ഫിഷറീസ് സെക്ടറിലെ പാവപ്പെട്ടതിനെ പറ്റി ചർച്ച ചെയ്യാൻ. ഇവിടെ വന്ന് ചർച്ച ചെയ്ത് 3 ദിവസം ഞങ്ങള് കോൺക്ലേവ് നടത്തി. 2 ലക്ഷം കോടിയുടെ പദ്ധതി ഞങ്ങൾ അവരുടെ മുമ്പിൽ സമർപ്പിച്ചു. ചെറിയ പദ്ധതി ഒന്നുമല്ല, 2 ലക്ഷം കോടി. കേരളത്തിലെ ഇന്ത്യയിലെ ഇൻവെസ്റ്റേഴ്സ് ഉണ്ടായിരുന്നു, അവരുടെ മുമ്പിൽ ഞങ്ങൾ അവതരിപ്പിച്ചു. അപ്പം തന്നെ 12,000 കോടി രൂപയുടെ പദ്ധതി അവര് സൈൻ ചെയ്യാൻ തയ്യാറായി. അതിലിപ്പോഴാണ് 3,500 കോടിയുടെ പദ്ധതി കേരളത്തിലെ ഇൻവെസ്റ്റേഴ്സ് പണം മുടക്കാൻ തന്നെ തീരുമാനിച്ചപ്പോൾ അതിൽ അവസാന ഘട്ടത്തിലേക്ക് എത്തിക്കഴിഞ്ഞു. വലിയ തരത്തിലുള്ള ഒരു മാറ്റമാണ്. ഞാനത് നമ്മുടെ യൂണിവേഴ്സിറ്റിയും ഫ്രാൻസിലെ യൂണിവേഴ്സിറ്റി, ഇപ്പൊ നമ്മുടെ യൂണിവേഴ്സിറ്റിയുമായിട്ട് മറ്റേ രാജ്യങ്ങളിലെ യൂണിവേഴ്സിറ്റി, നമ്മുടെ കുട്ടികൾ അവിടെ പോയി പഠിക്കുന്നു, അവരുടെ കുട്ടികൾ ഇവിടെ വന്ന് പഠിക്കുന്നു. വലിയ മാറ്റമാണ് വരാൻ പോകുന്നത്. സുനാമി കാലത്ത് നിർമ്മിച്ച വീടുകളിൽ വാസയോഗ്യമല്ലാത്തൊരു പ്രശ്നമുണ്ട്. അതേ ഞാനിപ്പോ പറയുന്നു. അതിന് 3500 കോടി രൂപയുടെ ഒരു പദ്ധതി നബാർഡ് വഴി ഞങ്ങളിപ്പോ തയ്യാറാക്കി സബ്മിറ്റ് ചെയ്തിട്ടുണ്ട്. അടുത്ത ഗവൺമെന്റ് വന്നാൽ കേരളത്തിലെ മുഴുവൻ സുനാമി വീടുകളും മാറ്റി പുതിയ വീടുകൾ കൊടുക്കും. മുഴുവൻ സുനാമി വീടുകൾ മാറ്റും. അതിന്റെ പദ്ധതി ഇപ്പൊ അടുത്ത പ്രാവശ്യം ഫിഷറീസ് മന്ത്രി ആകുന്നതിന് ഭാഗ്യം കളി തമാശമല്ല. കയറി ഇരുന്നാ മതി, പണങ്ങളും ഇഷ്ടം പോലെ റെഡിയാക്കി വെച്ചിരിക്കുക. അത്രയും പൈസ ഉണ്ട്. സ്വിച്ചിട്ടാ മതി, കത്തും. അതുപോലെ ചെയ്തിട്ടുണ്ട്. ഇതൊക്കെ ഒരു നിശ്ചയദാർഢ്യമുള്ള ഗവൺമെന്റിന്റെ ഉത്തരവാദിത്തമാണ്. ഞങ്ങൾ ആ സെക്ഷൻ, ഞാൻ ഈ 47 മണ്ഡലങ്ങളിൽ പോയി. മന്ത്രി എന്നോട് മുഖ്യമന്ത്രി പറഞ്ഞു തീരദേശത്തെ മുഴുവൻ മണ്ഡലത്തിൽ പോയി. അമ്പലപ്പുഴയിൽ വന്നു.
രണ്ട് സഹോദരങ്ങളാണ്. 2018 എന്നെ രക്ഷിക്കാൻ അവരെ ഉള്ളായിരുന്നു, അല്ലെങ്കിൽ ചെങ്ങന്നൂരൊക്കെ എല്ലാം കുഴപ്പമായി പോയി. ഇവിടെ നിന്നൊക്കെ പറന്നങ്ങ് വന്നു. അവർ വള്ളത്തെ വന്ന് എല്ലാത്തിനും വലിച്ചു കയറ്റിയില്ലായിരുന്നെങ്കിൽ എന്തായിരിക്കും അവസ്ഥ? ഈ അമ്പലപ്പുഴയിൽ നിന്ന് ആദ്യം വരുന്നത് സലാമൊക്കെ എന്ന് സഹായിച്ചു. ഷ്യാംജി വിളിക്കുന്നുണ്ട്, ഈ മനുഷ്യൻ എത്ര 10-15 ദിവസം മുഴുവൻ വെള്ളത്തിലായിരുന്നു. പിന്നെ അവസാനം പോകാൻ പറഞ്ഞ് നിർബന്ധിച്ച് ഞാൻ പറഞ്ഞു വിടുമായിരുന്നു. ഷ്യാംജി എത്ര ത്യാഗമാണെന്ന് സഹിച്ചെന്നറിയാം. എത്ര പേര് അമ്പലപ്പുഴക്കാരാണ്, ഭൂരിപക്ഷമാണ്, എല്ലാവരുടെ പേരൊന്നും ഞാൻ പറയുന്നില്ല. അപ്പൊ അവര് അത്രമാത്രം നമുക്ക് സ്നേഹിക്കാൻ കഴിഞ്ഞു എന്നതാണ് ഈ പ്രവർത്തന കാലത്തിന്റെ അഭിപ്രായം. അപ്പൊ ഇനി അവര് മുഖ്യധാരയിലേക്ക് എത്തിക്കൊണ്ടേയിരിക്കുകയാണ്. വലിയ മാറ്റമാണ് വരുന്നത്.